ഹായ് മക്കളെ, കാൽക്കുലസ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് പാർട്ടാണ്. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് നമ്പർ സീക്വൻസ് എന്താണെന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ് ആദ്യ സെക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ എ നമ്പർ സീക്വൻസ്? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്താ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാടാ, നിങ്ങൾ തന്നെ പറയും നമ്പർ സീക്വൻസ് എന്താണെന്ന്. കുറച്ച് നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്പർ സീക്വൻസ് ആണ് 1 2 3 എക്സെട്ര. ഈ 1 2 3 കഴിഞ്ഞ അടുത്ത 3 നമ്പർ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും ഇപ്പൊ എത്രയായിരിക്കും? 4 5 6 ബാക്കി എക്സെട്ര എന്ന് പോകും അല്ലെ. ഇനി അടുത്ത 1 നമുക്കിപ്പോ ഈ ഒരു നമ്പറിന് പകരം ഞാൻ വേറൊരു നമ്പർ എഴുതിയേ. 1 2 നോക്കിയടാ, 1 കഴിഞ്ഞിട്ട് 3 എഴുതി. 1 3 3 കഴിഞ്ഞിട്ട് എത്ര? 3 കഴിഞ്ഞിട്ട് 6 എഴുതി. 6 കഴിഞ്ഞിട്ട് 10 എഴുതി എക്സെട്ര. അപ്പൊ ഈ നമ്പറിന്റെ അടുത്ത നമ്പേഴ്സ് ചോദിക്കും, നിങ്ങൾ പറയേതായിരിക്കും നമ്പേഴ്സ്? അപ്പൊ എല്ലാവരും പറയും നോക്കിയടാ, 1ന്റെ കൂടെ 2 കൂട്ടി കഴിഞ്ഞാൽ 3 കിട്ടും. 3ന്റെ കൂടെ 3 കൂട്ടി കഴിഞ്ഞാൽ 6 കിട്ടും. 6ന്റെ കൂടെ 4 കൂട്ടിയാൽ 10 കിട്ടും. അപ്പൊ നിങ്ങൾ പറ, ലോജിക് അനുസരിച്ച് നിങ്ങൾ പറ അടുത്ത നമ്പർ ആരായിരിക്കും? 10ന്റെ കൂടെ അപ്പൊ ഇനി എത്ര കൂട്ടും? 5 കൂട്ടും. 15. 15ന്റെ കൂടെ ഇനി എത്ര കൂട്ടും? 6 കൂട്ടും. അപ്പൊ 21 എക്സെട്ര. സോ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരേ നാച്ചുറൽ നമ്പേഴ്സ് ഇങ്ങനെ കൂടി കൂടി പോകുന്ന നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവര് നമ്മളൊരു പേര് വിളിക്കും. ചുമ്മാ നിങ്ങൾ കേട്ടിരുന്നാൽ മതി, നിങ്ങളത് പഠിക്കുകയൊന്നും വേണ്ട. അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലാർ നമ്പേഴ്സ്. നമ്മൾ ആദ്യം എഴുതിയ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇനി ഇപ്പൊ ഞാൻ കുറച്ചുകൂടി വേറെ നമ്പർ എഴുതി കഴിഞ്ഞ് നോക്കിയാൽ 2 2.5 3 3.5 എക്സെട്ര. അപ്പൊ നമ്മൾ സുഖമായിട്ട് പറയും 4 4.5 അടുത്ത 5 5.5 എക്സെട്ര. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് അടുത്ത നമ്പർ പറയാൻ പറ്റണം. അപ്പൊ അടുത്തത് നോക്കിയപ്പോ 1 4 9 16 7ാം ക്ലാസ് തൊട്ട് കാണുന്നതാണ്. എന്താ ഈ സാധനം? നമ്പറുകളുടെ സ്ക്വയർ ആണ് അല്ലെ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അപ്പൊ അടുത്ത് എന്ത് വരും? 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49 എക്സെട്ര. ഒരു കുഴപ്പമില്ല. അപ്പൊ അടുത്ത നമ്പർ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് ചുമ്മാ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു നമ്പർ പാറ്റേൺ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. 0 5 15 30. അടുത്ത 2 നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. സോ എന്താണ് നമ്പർ സീക്വൻസ്? നിങ്ങൾ പറ. കണ്ടോ, ഇതിൽ ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ എന്തെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. അവർക്കൊരു ഓർഡറിംഗ് ഉണ്ട് അല്ലെ. ഓർഡറിംഗ് ഉണ്ട്. എന്താണ്? ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. സംഖ്യാശ്രേണി എന്താണെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ, മലയാളംകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓർഡറിങ്ങിന് വെറുതെ വാല പോലെന്ന് ചുമ്മാ കുറച്ച് നമ്പർ എഴുതിയിട്ട് കാര്യമില്ല. എങ്ങനെ എഴുതണം? ഒരു റൂളിന്റെ ബേസിലാണ് നമ്മൾ ഈ നമ്പർ എഴുതുന്നത്. ഇപ്പൊ ഞാൻ വെറുതെ ഇപ്പൊ നോക്കിയടാ, വെറുതെ ഇപ്പൊ 1 5 10 3 7 എക്സെട്ര എഴുതി. ഇതൊരു നമ്പർ സീക്വൻസ് ആണോ? ഒരിക്കലും അല്ല. ഞാൻ എനിക്ക് തോന്നിയ പോലെ കുറെ നമ്പർ എടുത്ത് വെക്കുകയോ ചെയ്തത്. അപ്പൊ ഇതൊരിക്കലും എന്താവത്തില്ല? നമ്പർ സീക്വൻസ് ആവത്തില്ല. ഒരു റൂളിന്റെ ബേസിലാണ് നമ്പർ സീക്വൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ലോജിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അടുത്ത നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്പർ സീക്വൻസ്. ഇനി നമ്മൾ കുറച്ച് നമ്പർ സീക്വൻസുകൾക്ക് പേരൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ സീക്വൻസുകൾ എന്ന് പറയുന്നത് ഒന്ന് നാച്ചുറൽ നമ്പേഴ്സ്, നമുക്കറിയാം 1 2 3 എക്സെട്ര. ഈവൻ നമ്പർ, ഓഡ് നമ്പർ, അതേപോലെ ഇത് കണ്ടോ ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ പകുതി 1/2 1 1/2 അങ്ങനെ എക്സെട്ര. അതായത് 1ന്റെ പകുതി, 2ന്റെ പകുതി, 3ന്റെ പകുതി എക്സെട്ര. ഇനി സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമ്മൾക്ക് നമ്പർ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ സെക്ഷനിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അപ്പൊ ഫസ്റ്റ് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് പറയാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ചുമ്മാ നോക്കി ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. വി ക്യാൻ മേക്ക് ട്രയാംഗിൾസ് ബൈ യൂസിങ് സ്റ്റാക്കിംഗ് ഡോട്ട്സ്. അപ്പൊ നോക്കി, ഈ ഡോട്ടുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാംഗിൾ. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയടാ, ഒന്നാമത്തെ ട്രയാംഗിളിൽ 3 ഡോട്ട് ഉണ്ട്. രണ്ടാമത്തെ ട്രയാംഗിളിൽ 1 2 3 3 3 6 അല്ലെ. അടുത്ത 1 2 3 3 3 6 6 4 10. അപ്പൊ ഇതാണ് 3 ട്രയാംഗിളിന്റെ ഡോട്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദി നെക്സ്റ്റ് 3 ട്രയാംഗിൾ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഐഡിയയിൽ തന്നെ ഉണ്ട്. നോക്കിയടാ, 1 2 3 3 3 6 6 4 10. പിന്നെ ഒരു ട്രയാംഗിൾ വരണമെങ്കിൽ ഇവിടെ തുടങ്ങണം അല്ലെ. പിന്നെ ഒരു 5 ഡോട്ട് കൂടി എടുത്ത് അടുക്കി വെക്കും. അപ്പൊ ഇനി ഒരു 5 എണ്ണം കൂടി വരും. അപ്പൊ എത്ര വരും? 15. ഇനി ഒരെണ്ണം വയ്ക്കുമ്പോൾ 6 എണ്ണം കൂടി വരും. അപ്പൊ 21. ഇനിയും വെച്ചാൽ 7 എണ്ണം കൂടെ വരും, 28 എക്സെട്ര. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു നമ്പർ പാറ്റേണിലെ എന്തുകൊണ്ടായിരിക്കും ട്രയാങ്കുലാർ നമ്പർ എന്ന് വിളിച്ചത് അല്ലെ. അപ്പൊ ഇത് ട്രയാങ്കിളിനെ പോലെ, നമ്മൾ ട്രയാങ്കിൾ ഡോട്ട്സ് അടുക്കി വെച്ചാൽ വേണ്ട നമ്പേഴ്സിനെ പോലെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നത്? ട്രയാങ്കുലർ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും കിട്ടിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ ഇതേപോലെ 10ാം ക്ലാസ്സിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ സ്വന്തമായിട്ട് പറയുന്ന രീതിയിൽ പഠിക്കും കേട്ടോ.
അപ്പൊ നോക്കിയേ, ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫ്രം ദി ഫോളോയിങ് സീക്വൻസ്. അപ്പൊ അവരിൽ നമ്മൾ സീക്വൻസ് ഉണ്ടാക്കാൻ പോവാണ്. അതായത് നമ്മൾ ഇത് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പത്തെ കാര്യങ്ങൾ അറിയാതിരിക്കണം. മുമ്പത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം പഠിച്ചേ പോകത്തുള്ളൂ. ഒരു കാര്യം പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി വരത്തില്ല. എല്ലാ കാര്യങ്ങളും മുമ്പ് പഠിച്ചിട്ടുള്ള എല്ലാ കാര്യം നമ്മൾ പറഞ്ഞേ പോകും. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ 8ാം ക്ലാസ്സിലോട്ട് തിരിച്ചു പോയാൽ റെഗുലർ പോളിഗൺ അറിയാൻ പറ്റും. പോളിഗൺ എന്താണ്? കുറച്ച് ഫിക്സഡ് നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ് പോളിഗൺ എന്ന് പറയുന്നത്. അതായത് 3 സൈഡുള്ള ട്രയാങ്കിളിൽ തുടങ്ങും, പിന്നെ 4 സൈഡുള്ള സ്ക്വയർ വരും, അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ വരും, 5 സൈഡുള്ള പെന്റഗൺ വരും, 6 സൈഡുള്ള ഹെക്സഗൺ വരും. ഇതാണ് എന്തെന്ന് പറയുന്നത് പോളിഗൺ. ഇനി റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺ ആണ് റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പൊ ട്രയാങ്കിളിൽ എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിൽ അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആവും. ഇനി ക്വാഡ്രിലാറ്ററലിനകത്ത് എല്ലാ സൈഡും ആംഗിൾ ഈക്വൽ ആകുമ്പോൾ സ്ക്വയർ ആകും. റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ, ഇങ്ങനെ പോകും. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഈ പറയുന്ന റെഗുലർ പോളിഗണിന്റെ 3 സൈഡ്, 4 സൈഡ്, 5 സൈഡ്, 6 സൈഡ് എന്നിങ്ങനെയുള്ള റെഗുലർ പോളിഗണിന്റെ എന്ത് വേണം? റെഗുലർ പോളിഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ വേണം. അപ്പൊ ഇത് 8ാം ക്ലാസ്സിലാണ് നമ്മൾ ഈ ഇക്വേഷൻ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഒക്കെയാണ് 10ാം ക്ലാസ് വരെ. നമുക്ക് ഇപ്പൊ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ പഠിച്ചു വെക്കണം. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ട് പോയിട്ട് ഇനിയും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. സോ ഇതിനു മുമ്പ് എന്തറിയാമെന്നുള്ള ഒരു വിഷയമേ അല്ല. ഇപ്പൊ പഠിക്കാൻ പറ്റുമോ നമ്മളത് ജയിക്കും. ഓക്കെ, അപ്പൊ നോക്കിയാൽ സം ഓഫ് ഇന്നർ ആംഗിളിന്റെ ഇക്വേഷനും സം ഓഫ് ഔട്ടർ ആംഗിളിന്റെ ഇക്വേഷനും, ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. നോക്കിയേ, ഒരു റെഗുലർ പോളിഗൺ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ഒരു പോളിഗൺ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ സം ഓഫ് ഇന്നർ ആംഗിളിന്റെ ഇക്വേഷൻ n-2 × 180 ആണ്. എന്താണ് പറഞ്ഞത്? n-2 × 180. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇക്വേഷൻ ഒന്നുമില്ല, എല്ലായ്പ്പോഴും 360 ആയിരിക്കും. ട്രയാങ്കിൾ ആവട്ടെ, ക്വാഡ്രിലാറ്ററൽ ആവട്ടെ, പെന്റഗൺ ആവട്ടെ, ഹെക്സഗൺ ആവട്ടെ, നമ്മളുടെ ഔട്ടർ ആംഗിളിന്റെ സം എപ്പോഴും എന്തായിരിക്കും? 360 ആയിരിക്കും. ഇനി ഒരു റെഗുലർ പോളിഗന്റെ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കിയടാ, എല്ലാ ഇന്നർ ആംഗിളും കൂട്ടുമ്പോൾ n-2 × 180. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് ആണ്, നമ്പർ ഓഫ് ആംഗിൾസും n തന്നെയാണ്. അപ്പൊ ആ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ സമ്മിൽ നിന്ന് നമുക്ക് ഓരോ ഇന്നർ ആംഗിൾ, ഓരോ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നോക്കി, അപ്പൊ സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെ സം എനിക്ക് വേണം. അതായത് ട്രയാങ്കിളിന്റെ സം കണ്ടുപിടിക്കാൻ, ട്രയാങ്കിളിന്റെ നോക്കിയടാ, ഞാനിപ്പോ ഇത് ക്വസ്റ്റ്യൻ നമ്പർ ഇടുവാണ്. ഇത് ഒന്നാമത്തെ ആയിരുന്നു, നമ്പർ ഓഫ് സൈഡ്സ് 2, 3, നെക്സ്റ്റ് 4, 5. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കിയ ട്രയാങ്കിളിന്റെ സം എനിക്ക് ചെയ്തു നോക്കേണ്ട കാര്യമില്ല. 180 ഡിഗ്രി ഞാൻ സ്റ്റെപ്പ് എഴുതുന്നില്ല. ഇത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്നാണ് സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. അടുത്ത ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് ആരാണ്? ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് ക്വാഡ്രിലാറ്ററൽ വരും അല്ലെ? ക്വാഡ്രിലാറ്ററൽ നമുക്കിപ്പോ ഇവിടെ ഈ ഒരു രീതിയിൽ എഴുതുവാണെങ്കിൽ ട്രയാങ്കിൾ, സ്ക്വയർ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നോക്കിയേ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് എഴുതുന്നു? നെക്സ്റ്റ് ഞാനിപ്പോ സ്ക്വയർ എഴുതുന്നു. സ്ക്വയറിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്ക്വയറിന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ എന്താ വരുന്നത്? സ്ക്വയർ കഴിഞ്ഞാൽ റെഗുലർ പെന്റഗൺ എന്ന് വരും അല്ലെ? അപ്പൊ റെഗുലർ പെന്റഗന്റെ സം ഓഫ് ആംഗിൾ എത്രയാണ്? 540 ഡിഗ്രിയാണ്. അപ്പൊ അതെങ്ങനെ കിട്ടും? അതിനാണ് ഈ ഒരു സം ഓഫ് ഇന്നർ ആംഗിളിന്റെ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. നോക്കിയാൽ നമ്പർ ഓഫ് സൈഡ്സ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് n ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെന്റഗണിന് 5 സൈഡ് ഉണ്ട്. സോ 5 - 2 × എന്താണ്? 180. 5 - 2 3 ആണ്. 3 × 180 നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കിക്കോ. 180 × 3 എഴുതി ഗുണിച്ചു നോക്കിക്കോ. ഇപ്പോഴും എഴുതി ഗുണിച്ചു നോക്കിക്കോ. നിങ്ങൾക്ക് എത്ര കിട്ടും? 540 ഡിഗ്രി കിട്ടും. ഇനി റെഗുലർ ഹെക്സഗൺ എന്താ വരുന്നത്? അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ നോട്ടായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് എഴുതി പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലെ ചാനലിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമ്മൾ എടുക്കുന്ന എല്ലാ വിഷയത്തിന്റെയും ക്ലാസ്, മാത്സ് ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, ബയോളജി ആവട്ടെ, സോഷ്യൽ സയൻസ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, എല്ലാ വിഷയത്തിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതേപോലെ തന്നെ n-ന് 5-ന് പകരം 6 കൊടുക്കുക. ഹെക്സഗൺ ആകുമ്പോൾ 6 - 2 × 180. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 × 180 എന്ന് കിട്ടും. 4 × 180 നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 720 എന്നായിരിക്കും ആൻസർ വരുന്നത്. സോ നമുക്ക് ആ പാറ്റേൺ കിട്ടി. പാറ്റേൺ എന്താ വരുന്നത്? ഇത് നോക്കിയാൽ പാറ്റേൺ ഞാനിപ്പോ ഈ ഒരു സൈഡിൽ എഴുതാം. പാറ്റേൺ എന്ന് പറയുന്നത് 180, 360, 540, 720 എക്സെട്ര. അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടി. ഈ നമ്പർ പാറ്റേൺ എവിടെയാ കൂടി പോകുന്നത്? ഈ പറയുന്ന നമ്പർ പാറ്റേൺ കൂടി പോകുന്നത് 180 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു നമ്പർ പാറ്റേൺ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾ ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾ രക്ഷപ്പെട്ടു അല്ലെ? സം ഓഫ് ഔട്ടർ ആംഗിളിൽ മാറ്റം ഉണ്ടോ? ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെങ്കിൽ 360, സ്ക്വയർ ആണെങ്കിൽ 360. ഇനി
റെഗുലർ പെന്റഗൺ ആണെങ്കിൽ 360, റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ 360 എക്സെട്ര. നമ്മളെ പറ്റിക്കാൻ വേണ്ടി പല പരിപാടിയും പറയും. പക്ഷേ ഏത് പോളിഗൺ എടുത്താലും ഔട്ടർ ആംഗിളിന്റെ സം എത്ര തന്നെയാണ്? 360 തന്നെയാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോ പഠിച്ചു വെച്ചേക്കാം. ഇനി നോക്കിയാടാ, ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സം ഓഫ് ഇന്നർ ആംഗിളിന്റെ കൂടെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. എത്ര? ഇപ്പൊ നോക്കിയേ, ഒരു ട്രയാംഗിളിന്റെ മൊത്തം 180 ഡിഗ്രിയാണ് സം ഓഫ് ഇന്നർ ആംഗിൾ. ഈ മൂന്ന് ആംഗിളും സെയിം ആണ്, മൂന്ന് ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? നിങ്ങൾ പറ. 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അടുത്ത സ്ക്വയർ, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ആയിരിക്കും അത്. എന്നാലും സ്ക്വയറിനകത്ത് 4 ആംഗിൾ ഉണ്ട്. 4 ആംഗിളൂടെ കൂട്ടിയാൽ 360. അപ്പൊ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാം 90 ആണെന്ന്, എന്നാലും 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അടുത്ത നോക്കിയാൽ റെഗുലർ പെന്റഗൺ. 5 ആംഗിൾ ഉണ്ട്. ഈ 5 ആംഗിളും സെയിം ആണ്. 5 കൂടെ കൂട്ടിയാൽ 540 കിട്ടും. അപ്പൊ 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത 720നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നോക്കിയാടാ, 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 ആണ്. അടുത്ത 90 കിട്ടും. 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിയാൽ ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ. 540 ഡിവൈഡഡ് ബൈ 5, 5 0 4 വരുമ്പോ ഇവിടെ 4-നകത്ത് 5 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 കൊടുക്കും അല്ലെ? 0 4 0 ആണ്. താത്തി 4, ഈ ഒരു 0 താത്തിറക്കുമ്പോ 40. 40ൽ എത്ര 5 ഉണ്ട്? 5 40 അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടിയടാ? 108 കിട്ടി. സോ 108. നെക്സ്റ്റ് 720/6. അപ്പൊ ഞാൻ അതും ഒന്ന് ഡിവൈഡ് ചെയ്യാം. 720 ഡിവൈഡഡ് ബൈ 6. 1 6 6 12, 2 6 12, 0 0, ഇവിടെയും 0. അപ്പൊ 120 എക്സെട്ര. അപ്പൊ ഒരു ഇന്നർ ആംഗിൾ കിട്ടി. 60, 90, 108, 120 എക്സെട്ര. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഔട്ടർ ആംഗിൾ ആയിരുന്നു അല്ലെ? ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നോക്കി, ഈക്വിലാറ്ററൽ ട്രയാംഗിളിൽ മൊത്തം ഔട്ടർ ആംഗിളിന്റെ സം 360 ആണ്. എല്ലാ ഇന്നർ ആംഗിളും സെയിം ആണെങ്കിൽ എല്ലാ ഔട്ടർ ആംഗിളും സെയിം ആയിരിക്കും. അപ്പൊ ഔട്ടർ ആംഗിളിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അടുത്ത 360. ഇനി 4 ഔട്ടർ ആംഗിൾ ഉണ്ട്. അടുത്ത 360 ഡിവൈഡഡ് ബൈ 5 ഔട്ടർ ആംഗിൾ ഉണ്ട്. 360 ഡിവൈഡഡ് ബൈ 6 ഔട്ടർ ആംഗിൾ ഉണ്ട് എക്സെട്ര. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 60. ഇവിടെ നമുക്ക് 90 കിട്ടും. ഇവിടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 72 കിട്ടും, 60 കിട്ടും എക്സെട്ര. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേറൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ നോക്കി, ഇത് കണ്ടുപിടിക്കാൻ നല്ലൊരു എളുപ്പ വഴിയുണ്ട്. അതായത് ഔട്ടർ ആംഗിളിന്റെ ഇക്വേഷൻ ഉണ്ട്. നോക്കിയടാ, ഔട്ടർ ആംഗിളിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നോക്കി, ഞാനിപ്പോ ഇവിടെ എഴുതാം. നോക്കി, ഔട്ടർ ആംഗിളിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് 180 മൈനസ് ഇന്നർ ആംഗിൾ ചെയ്താൽ മതി. 180 മൈനസ് ഇന്നർ ആംഗിൾ ചെയ്താൽ മതി. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നില്ല, നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കി, ഈ പറയുന്ന നമ്മളുടെ ഇന്നർ ആംഗിളിനെ 180 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഔട്ടർ ആംഗിൾ കിട്ടും. ഇവിടെ 360/3 എന്ന് പറയുന്നത് 120 ആണ്. ഞാൻ പെട്ടെന്ന് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാ. 180 കുറയ്ക്കുമ്പോൾ 120, 180 മൈനസ് 90, 90, 180 മൈനസ് 108, 72, 180 മൈനസ് 120, 60. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു? ഈ പറയുന്ന ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, അതായത് നല്ല ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ചോദ്യത്തില് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്. എക്സാമിന് ചോദിക്കുന്ന ചോദ്യം. പിന്നെ ഇത്രയും നേരം പറഞ്ഞ ചോദ്യം എക്സാമിന് ചോദിക്കത്തില്ല നിങ്ങൾ ആലോചിക്കേണ്ട. ഇത്രയും നേരം പറഞ്ഞ ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാം. പക്ഷെ ഈ ചോദ്യം സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് മാറിയാലും ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. റൈറ്റ് ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് which leave remainder 1 on division by 3 and sequence of natural numbers which leave remainder 2 on division by 3. അപ്പൊ ഇത് എങ്ങനെ കിട്ടിയെന്നും പറയാം, ട്രിക്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന വഴിയും പറയാം. എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നിങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിയാൽ ഞാൻ 1 എടുത്തു, 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 0 3 0, റിമൈൻഡർ എത്ര? 1 കിട്ടി. നെക്സ്റ്റ് ഞാൻ 2 എടുത്തു, 2ലും 0 3 0, അപ്പൊ റിമൈൻഡർ എത്ര? 2 കിട്ടി. ഇനി 3 എടുക്കുന്നു, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 3, റിമൈൻഡർ 0. നെക്സ്റ്റ് 4 എടുക്കുന്നു, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 3, റിമൈൻഡർ 1 അല്ലെ? ഇനി 5 എടുക്കുന്നു, 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 3, റിമൈൻഡർ 2. 6 എടുക്കുന്നു, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3 6, റിമൈൻഡർ 0. അപ്പൊ നിങ്ങൾ നോക്കിയ നമ്പർ എന്ന് പറയുന്നത് ആദ്യം ഞാൻ ചെയ്ത 1-നകത്ത് എനിക്ക് റിമൈൻഡർ 1 കിട്ടി. ഇനി 2-ൽ കിട്ടൂല, 3-ൽ കിട്ടൂല, 4-ൽ എനിക്ക് റിമൈൻഡർ 1 കിട്ടി. അടുത്ത ഇനിയിപ്പോ 7 ചെയ്താൽ കിട്ടും. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3 6, റിമൈൻഡർ 1. അപ്പൊ 7 കിട്ടി. അടുത്ത നമ്പർ എന്തായിരിക്കും? നിങ്ങൾ പറ. അടുത്ത നമ്പർ എത്ര ആയിരിക്കും? 7 കഴിഞ്ഞാൽ 10 ആയിരിക്കും, 10 കഴിഞ്ഞാൽ 13 ആയിരിക്കും എക്സെട്ര. ഇതെന്ന് പറയുന്നത് നോക്കിയടാ, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ്. ഞാനിപ്പോ സ്റ്റെപ്പ് എഴുതുന്നില്ല, സ്റ്റെപ്പിന് നിങ്ങൾക്ക് നോട്ടിൽ തരുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. നോക്കിയ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 on division by 3. അപ്പൊ അതിന് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ്. ഇനി ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ, നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 on division by 3. അപ്പൊ ഇത് ഇതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം റിമൈൻഡർ 2 കിട്ടിയത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ്. പിന്നെ കിട്ടിയത് എവിടെ?
ചെയ്തപ്പോഴാ 5 ചെയ്തപ്പോഴാ പിന്നെ എത്ര കിട്ടും 8 ചെയ്യുമ്പോൾ കിട്ടും അല്ലെ 8 11 14 എക്സെട്ര അപ്പൊ ഇനി നമ്മൾ ട്രിക്ക് പറയാൻ ഒരു പാടുമില്ല നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല നോക്കിയാടാ ഈ സാധനങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഒന്നും നമുക്ക് വേണ്ട നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ നമ്പർ നോക്കുക 3 ആ 3 എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ഫസ്റ്റ് നമ്പർ കിട്ടാൻ എന്ത് ചെയ്യുന്നറിയാവോ ഏതാണോ റിമൈൻഡർ കിട്ടേണ്ടത് ആ നമ്പർ 0ന്റെ കൂടെ കൂട്ടുക അതായത് ആ നമ്പർ ആദ്യം എടുക്കുക ഇപ്പൊ 1 റിമൈൻഡർ വരണമെങ്കിൽ 1 തുടങ്ങുക ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കൂട്ടി പോവുക 1 1 3 4 4 3 7 7 3 10 എക്സെട്ര ഇനി അടുത്ത റിമൈൻഡർ കണ്ടോ 2 റിമൈൻഡർ അപ്പൊ 2 എടുത്ത് ആദ്യം എഴുതുക പിന്നെ 3 കൂട്ടി പോവുക 2 3 5 5 3 8 8 3 11 എക്സെട്ര പരിപാടി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നോക്കിയേ ലീവിംഗ് 3 റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 7 ചോദ്യം ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7 നിങ്ങൾ എന്ത് എഴുതും ആ റിമൈൻഡർ എടുത്ത് ആദ്യം എഴുതും 3 കിട്ടണമെങ്കിൽ ആദ്യത്തെ നമ്പർ 3 അല്ലെ ഇനി നിങ്ങൾ എന്ത് ചെയ്യും ഡിവിഷൻ ചെയ്യണ നമ്പർ 7 ആണ് പറയുന്നത് അപ്പൊ 7 കൂട്ടി പോകും 7 3 10 10 7 17 17 7 24 എക്സെട്ര പരിപാടി കഴിഞ്ഞു അപ്പൊ എന്താണോ റിമൈൻഡർ ആയിട്ട് പറയുന്നത് ആ നമ്പർ എടുത്ത് ആദ്യം വെക്കും പിന്നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കൂട്ടി പോകും ഡിവിഷനും ചെയ്യേണ്ട റിമൈൻഡറും കണ്ടുപിടിക്കേണ്ട ഒരു പരിപാടിയും ചെയ്യേണ്ട ഓക്കെ അല്ലേ അത് അടിപൊളിയല്ലേ അപ്പൊ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6 അപ്പൊ നോക്കിയേടാ ഞാനിപ്പോ ലാസ്റ്റ് ഡിജിറ്റ് 1 or 6 വരുന്ന നമ്പേഴ്സ് എഴുതാൻ പോവാ നോക്കിയേ 1 അടുത്ത ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന നമ്പർ ഉണ്ട് 6 അടുത്ത 11 അടുത്ത 16 അടുത്ത 21 അടുത്ത എത്ര 21 കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കിട്ടുന്നത് 26 എക്സെട്ര അപ്പൊ ഇത് കണ്ടോ ഒന്നുകിൽ അവസാനത്തെ നമ്പർ 1 ആയിരിക്കണം അല്ലെങ്കിൽ 6 ആയിരിക്കണം ഇനി ചോദ്യം ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഈ സീക്വൻസിനെ നമ്മൾ ഇപ്പൊ പറഞ്ഞ രീതിയിലല്ലാതെ വേറെ 2 രീതിയിൽ പറയാനാ പറഞ്ഞേക്കുന്നത് അപ്പൊ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിക്കാം ഇത് കണ്ടോ സ്റ്റാർട്ടിംഗ് നമ്പർ 1 കൂടി പോകുന്നത് 5 അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ രീതിയിൽ ഞാൻ പറയാൻ പോവാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ഇവർ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ലീവിംഗ് റിമൈൻഡർ ഞാൻ ഇപ്പൊ പറഞ്ഞ രീതിയിലാണെങ്കിൽ റിമൈൻഡർ എത്ര ആയിരിക്കും റിമൈൻഡറിനെയാണ് ഞാൻ ആദ്യം എടുത്ത് എഴുതേണ്ടത് സോ ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആണ് കൂടി പോകുന്നത് അല്ലെ അപ്പൊ ഓൺ ഡിവിഷൻ ബൈ 5 പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു നമ്പർ പാറ്റേണിനെ പറയാൻ പറ്റും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ആകെ നോക്കിയപ്പോൾ ആദ്യത്തെ നമ്പർ 1 കൂടി പോകുന്നത് 5 അപ്പൊ ഞാൻ എഴുതി നോക്കി നമ്പർ സീക്വൻസ് വിത്ത് ഫസ്റ്റ് നമ്പർ നമ്പർ സീക്വൻസ് വിത്ത് ഫസ്റ്റ് നമ്പർ 1 നോക്കി നമ്പർ സീക്വൻസ് വിത്ത് ഫസ്റ്റ് നമ്പർ ഒന്നാമത്തെ നമ്പർ എത്ര ആയിരിക്കണം 1 ആയിരിക്കണം ആൻഡ് ദെൻ ആഡ് ഇനി എത്ര വെച്ച് ആഡ് ചെയ്ത് പോകണം ദെൻ ആഡ് 5 ഓക്കെ അപ്പൊ 5 വെച്ച് കൂടി പോകുന്ന ആദ്യത്തെ നമ്പർ 1 ആയിരിക്കണം പിന്നെ 5 വെച്ച് കൂടി പോകുന്ന ഒരു നമ്പർ സീക്വൻസ് കിട്ടി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ സീക്വൻസ് നമ്മൾ വെറുതെ അങ്ങോട്ട് ഉണ്ടാക്കുക അത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എല്ലാ വിഷയങ്ങളും 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും എല്ലാ പാഠങ്ങളും നമ്മൾ ക്ലാസ് ഇടും അപ്പോൾ ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ